ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് ഇത് വാറ്റാനാന്ന് പറഞ്ഞ നല്ല ഭംഗിണ്ടെന്ന് പറയും സ്ഥലം. ഞാൻ നിൽക്കണ ചുറ്റും മഞ്ഞാടാ. വീണ്ടും ഒരുത്തൻ ഇതിരി വലിപ്പുള്ള പോലെ. ആ ഇത് ചെന്നായിരം. ചെന്നായിന്റെ കാട്ടാണ്. അല്ല ഇങ്ങനത്തെ നെൽകൃഷി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചോട്ടല്ല അല്ലേ? നമ്മൾ ഈ റൂട്ട് പോയില്ലടാ, ഫസ്റ്റ് ടൈമാണ് പോണത്. ഇത് എവിടേക്കാ പോകണം, എന്താ കാര്യം, എന്താ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല. എത്രത്തോളം ദൂരം പോകുന്നു നമുക്കറിയില്ല. ബട്ട് അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് നോക്കി നോക്കാം ഇതിന് റോഡുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഒറ്റപ്പെടുത്തിൻ്റെ വേറൊരു ഡില്ലൻ ആംബിയൻസ് ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വിഷയം സ്ഥലം. ഇവിടെ വേനൽക്കാലമായാലും മഴക്കാലമായാലും സെയിം ക്ലൈമറ്റാണ്. ആണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ചോട്ടല്ല അല്ലേ? ചോട്ടല എന്ന് പറയുന്നത് ഓ ഓക്കെ. അത് ഇവിടെയാണോ നിങ്ങളുടെ? അത് ശ്മശാനോട്ട് അധികം കാണുന്നത്. ചൂടലപ്പുറമെന്ന് പറഞ്ഞത് ശ്മശാന മഞ്ഞൂരിലേക്ക്. ഇവിടെ എന്ത് കൃഷി ചെയ്യണ അവരെന്ത് ചെയ്യണ? ഇതെന്തിനാ? 16 റുപ്യ. അത് ബാംഗ്ലൂരിലേക്ക് പോണതാ. ബാംഗ്ലൂർക്കാ? ഇത് മറ്റേ പുല്ലിന്റെ കണ്ടില്ലേ തെരിപ്പ? ഇത് ഇഞ്ചി പുല്ലല്ലേ? ആ പുൽത്തൈലം ഞാൻ പറഞ്ഞില്ലേ? ആ പുൽത്തൈലാണ്. പുൽത്തൈലം കണ്ടില്ല വേണ്ട, അതിന് മണിക്കാരുണ്ട്. ഇത് തന്നെ മുളയ്ക്കുന്നല്ലേ ഇവിടെ? ഇതാണ് കൃഷികൾ. ഇവിടുന്ന് ഇങ്ങനെ തൊട്ട ഇതാണ് കൃഷി. ഇതാണ് റാഗി, ചാമ. ആ ഇതൊക്കെ റാഗിയും ചാമയും മിക്സ് മിക്സ് ഉണ്ടല്ലേ? ആ ഇത് കരയിലിടണ നെല്ലാണല്ലേ? കണ്ടത്തില് ചെയ്യണ അതേ നെല്ല് തന്നെയല്ലേ ഇവിടെ ഇടണ? കണ്ടത്തിൽ ചെയ്യണതല്ലേ വരില്ല അല്ലേ? ആ ഇത് കരയിൽ മാത്രം ഉണ്ടാവണ സാധനം. ഓഹോ, നെൽകൃഷിയുടേത് അല്ല. ഇങ്ങനത്തെ നെൽകൃഷി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ പാടത്ത് നെൽകൃഷി മാത്രമേ കാണുള്ളൂ. പക്ഷെ മലയുടെ മുകളിൽ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. റാഗി കൃഷി. ആ ഒരു മാസം കൊണ്ട് കതിരാവൂലേ? ഇത് കുറെ ആൾക്കാർ നേരത്തെ ചെയ്തവരുണ്ട്, വഴി ചെയ്തവർ. ആ ഫോറസ്റ്റിന്റെ സ്ഥലത്താണോ ചെയ്യണത്? ഫോറസ്റ്റ് സ്ഥലത്ത് നമുക്ക് ആദിവാസികൾക്ക് ചെയ്യാമല്ലോ. ഓ മറ്റുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ? ആൾക്കാർ ചെയ്യാൻ പറ്റില്ല. ഫുള്ള് പുൽത്തൈല അവിടെ കയ്യിന്ന് മണം മുന്നില്. പന്നിന്റെ കേന്ദ്രമാണ്. പന്നിയാണ് മെയിൻ ആയിട്ടില്ല അവിടെ. ഇവിടെ പന്നി ഇതിപ്പോ ഇതിനൊക്കെ എത്തിടും. ഇത് ഈ എർത്തിന്റെ കുറ്റികളൊക്കെ ഇടും. ആ വഴുക്കലുണ്ടെന്നല്ലേ? ഇത് ഈ ലെവലാ. ഓ ഇതിങ്ങനെ നീളാനല്ലേ? നീളത്തിൽ കുഴിയുണ്ട്. നമ്മളിപ്പോ മരം കണ്ടതിൽ ഇത് ഫോറസ്റ്റ് ആണ്. ഇതൊക്കെ ഫോറസ്റ്റ്? അതൊക്കെ ഫോറസ്റ്റ്. ഈ പാറയും ഫോറസ്റ്റ് തന്നെയാണല്ലേ? ആ നല്ല ഭംഗിണ്ടെന്ന് പറയും സ്ഥലം. അല്ലല്ലോ ഇത് മൊത്തം പാറയാണല്ലേ? പാറയുടെ മുകളിൽ പാറയുടെ മുകളിലാണ് ഈ മണ്ണ് വന്നിട്ട് പിന്നെ ചെടികൾ മുളച്ചിട്ടുള്ളത്. ചെന്നായി വന്നിട്ട് ആ ഇത് ചെന്നായിരം. ചെന്നായിന്റെ കാട്ടാണ്. ഇതെന്ത് രോമം? അത് എന്തൊക്കെ തിന്നിട്ട് വന്നിട്ട് ചെന്നായുടെ കാട്ടാണുള്ളത്. ഉള്ളു രോമം. മൃഗങ്ങളെ പിടിച്ചു വന്നിട്ട് ആ കേട്ടോ രക്ഷയില്ലാത്ത മനുഷ്യൻ. കാശ് കൊടുത്ത് പിടിക്കുന്നത്. ആ നല്ല ക്ലൈമറ്റാ. കണ്ടിട്ടാ ഇല്ല പാറ നല്ല
വലിയ സ്ഥലത്തിൽ വീഴും. അതാണ് വിഷയം. അതാണ് എൻ്റെ അറ്റം, അറ്റല്ലേ പാറയുടെ അറ്റം. ഇതിൽ കാണാൻ ഇത്രയേ ഉള്ളൂ. എന്ത് ചെടിയാണെന്നറിയില്ല, പക്ഷെ ഇത് വെള്ളത്തിലാണ് നിൽക്കണത്. എന്താണോ നിറച്ചിങ്ങനെ ഉണ്ടോണ്ടായിട്ട് നിൽക്കുന്നുണ്ട്, പൂ വിരിഞ്ഞ പോലെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ, ദേ വരുന്നു. സ്ഥലങ്ങൾ കാണുക, ആസ്വദിക്കുക. ഇത് കോടങ്ങനെ വന്നോണ്ട് കേട്ടാ. ഇത് മറ്റേ ഞാൻ എല്ലാ ഇതിലും പറയുന്നതാ, പുൽത്തൈലില്ലേ, പുൽത്തൈല. ഇതല്ല, ഇത് സാധാ പുല്ല. പുൽത്തൈലത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല, സാധാ പുല്ല. പുൽത്തൈലത്തിന്റെ പുല്ല പറയാ. ഞാൻ മുകളിൽ ഉണ്ട് മഞ്ചരടാ. ഇതിപ്പോ എന്റെ മേത്തിക്കട ഈ കോട വന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കണത്. ഇവിടെ ഫുൾ ടൈം ഇതാണ് ക്ലൈമറ്റ്, വേറെ ക്ലൈമറ്റില്ല, ഫുൾ ടൈം ഇതാണ് ക്ലൈമറ്റ്. വെയിൽക്കാലമായാലും നൈസായിട്ട് ഒരു കുറവുണ്ടെന്ന് മാത്രം പറഞ്ഞത്, അല്ലാത്ത സമയം ഫുള്ള് ഇതാ ക്ലൈമറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ മുകളിൽ നിന്ന് വന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഇവിടെ ഫോറസ്റ്റിലാണ് അവർ. ഇതിപ്പോൾ ഞാൻ ഇരിക്കുന്നതൊക്കെ ഫോറസ്റ്റാണ്, പിന്നെ മുകളിൽ ഫോറസ്റ്റിലാണ് അവർ കൃഷി ചെയ്യണത് ഞാൻ ചോദിച്ചപ്പോൾ. അപ്പം ഞാൻ ചോദിച്ചു ഫോറസ്റ്റിൽ കൃഷി ചെയ്ത പ്രശ്നമില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇല്ല, അവർക്ക് കൃഷി ചെയ്യാമെന്ന്. അതായത് ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാർക്കൊക്കെ ഇവിടെ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞത്. പുറത്തുനിന്നുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാർക്കോ ഒന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവരെ കെയർ ഓഫിൽ അല്ലെങ്കിൽ ഇവരൊരു ഇതിൽ വേണമെങ്കിൽ കൃഷി ചെയ്യാന്നുള്ള രീതിയിൽ പുള്ളി എന്നോട് സംസാരിച്ചത്. അപ്പം അവർക്ക് കൃഷി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. സമാധാനപരമായിട്ടുള്ള കാറ്റ്, ഒരു ശല്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ, നമുക്ക് അങ്ങനെ ഒരു ഇറിറ്റേഷൻ തരുന്ന രീതിയിൽ അങ്ങനത്തെ കാറ്റല്ല, നമുക്കൊരു സമാധാനം തരുന്ന രീതിയിലുള്ള കാറ്റ്. സംഭവം നല്ല റിസ്ക് ഉണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇത് കണ്ട, ഇതിനപ്പുറത്തേക്ക് നമ്മൾ സ്റ്റെപ്പായിട്ട് വീണ. നിങ്ങൾക്ക് ഈ ക്ലൈമറ്റിൻ്റെ സമയം എത്രയെന്ന് തോന്നുന്നത്? 1:45 കറക്റ്റ്. ഉച്ച നേരട്ടായി കാണുന്നത്. ചിന്തിക്കാൻ പറ്റൂ. ഇതിനകത്ത് നമ്മൾ ചെരുപ്പിട്ട് ഇറങ്ങാൻ പാടില്ലല്ലേ? പറയൂലേ? വീണ്ടും വരുത്ത ഇതിരി വലിപ്പുള്ളവനാ അങ്ങനെ കിട്ടിയിട്ടേ. തവള സൗണ്ട് കേൾക്കണ്ടായിരുന്നു. ഞാൻ തവളല്ലടാ, ചീടാ. ഇഷ്ടം പോലെ അട്ടയുണ്ട്, ഓരോന്ന് നോക്കി ഓരോ വിരലുണ്ട് നീള. എവിടെ കയറി പിടിക്കും എവിടെ ചാടി പിടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. മൊന്തക്കാട്ടിൽ കയറുന്ന എന്തായാലും അട്ടകടി ഉറപ്പാ. പോലെ സ്വർഗം, നമ്മളിങ്ങനെ സ്വർഗത്തിൽ കിടന്ന് ഇങ്ങനെ നടക്കുക. നിങ്ങൾ നോക്കിയ നിങ്ങള് എൻ്റെ അമ്മോ, മഞ്ഞിങ്ങനെ വന്ന് 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 തഴുകി 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 പോയോണ്ടിരിക്കുക. ഞാൻ നിൽക്കുന്ന എൻ്റെ ചുറ്റും മഞ്ഞാടാ. ഒക്കെ അവിടുന്ന് ഇങ്ങോട്ട് കാറ്റടിക്കണ കാരണേ, ഈ ഭാഗത്തുനിന്ന് കാറ്റടിക്കണ ഒക്കെ ഇങ്ങോട്ട് വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഇഞ്ചി മറ്റേ പുൽത്തൈലത്തിന് ഉപയോഗിക്കുന്നുണ്ട്, ഇഞ്ചി പുല്ലാട്ടോ. അതൊക്കെ ചുറ്റും നോക്കി നമ്മളാ നിന്ന ഏരിയ ഒന്നും കാണാല്ലേട്ടാ. നമ്മളപ്പോൾ പറഞ്ഞ മല പോലും കാണാല്ലേ. ഇപ്പോൾ മൊത്തം കവറായി, ഫുള്ള് കോട. ഈ സാധനല്ലേ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സാധനം, ഇത് ഫോറസ്റ്റിൻ്റെ സ്ഥലമാണെന്നുള്ളതിന് ആളൊന്നും പോയില്ലോട്ടെ. അതിൻ്റെ താഴേക്കും ഫോറസ്റ്റാ, താഴേക്കാണ് മുകളിലേക്കാന്ന് അറിയില്ല. അവർ അളന്നിട്ട് പോയിട്ടുണ്ട് 3 സൈഡ്. അതായത് ഇങ്ങോട്ട് ഇതിങ്ങോട്ട് ഇങ്ങോട്ട് ഫോറസ്റ്റാ. അതാണ് ഇട്ടിട്ടുള്ളത്, അവിടെ അതുപോലെ ഇട്ടിട്ടുള്ളത്, അതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്.
ഇതൊക്കെ ചെറുതാനെ കൃഷികളാടാ ഇത് കാണുന്നത് മൊത്തം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ലെന്നവർ പറഞ്ഞത്. കാരണം അവർ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞ് കയറാൻ പാടില്ല. അവർ ചെരുപ്പ് ഊരിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറണത്. എൻ്റെ ഓഫീസർമാർ വന്നാൽ പോലും അതിൻ്റെ ഉള്ളിൽ കയറില്ലാന്ന്. അതിങ്ങനെയുള്ള ചെടിയില്ലേ, ഇങ്ങനെയുള്ള ചെടിയിൽ നിന്ന് ഈ തണ്ടെടുക്കും ഇതിങ്ങനെ. എന്നിട്ട് ഇവര് ഇതേപോലെ ആക്കും. ഇതേപോലെ ആക്കിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് വാറ്റാനാന്ന് പറഞ്ഞ ആദ്യം എന്നോട്. വാറ്റിട്ടാണ് നിന്ന് വാറ്റാൻ പുൽത്തൈലത്തിൻ്റെ വാറ്റ വാറ്റിട്ടാണ് ഇന്ന് എണ്ണ എടുക്കണത്. വാറ്റാന്ന് പറയുമ്പോൾ ഞാൻ പുൽത്തൈലത്തിൻ്റെ വാറ്റ ആദ്യമായിട്ട് കേൾക്കണത്. പക്ഷെ ഇത് എണ്ണ എടുക്കാൻ വേണ്ടി വാറ്റെന്താണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കിലോന് 15 രൂപ, 30-35 കിലോ ഒരു ദിവസം എടുക്കുന്നു പറഞ്ഞത്. ഇവിടെ തന്നെ നിന്ന് കറങ്ങി കറങ്ങി നടക്കുന്നുണ്ട്. വേറെ ഒരുത്തനുണ്ടോ നേരത്തെ കണ്ടവനാ തൊണ്ടിക്കളയാ ആൾക്കാരെ മണം പിടിച്ച് വരുന്നത് കണ്ടാ. എന്ത് സൈസാ നോക്കിയവന്. അയ്യോ പകുതി വന്നുള്ളൂ, മുഴുവനായിട്ട് വേണ്ടതായിരുന്നു. ആ ഇങ്ങനെ തണ്ടുണ്ടാവാൻ പാടില്ലാന്ന്. ഇത് തണ്ടുള്ളതാ, തണ്ടുണ്ടാവാൻ പാടില്ല. ఏనా పన్ను కాదు അവര് പ്രൊഫഷണൽ കേട്ടോ. അവര് ഭയങ്കര സ്പീഡാ. അവിടെ ഒരു തണ്ട് എടുക്കുമ്പോൾ അവര് 2-3 തണ്ടൊക്കെ എടുത്തു. എടാ ഇങ്ങനെ തന്നെ തണ്ടുണ്ടാവില്ലേ, ഇത് ചെറുതാ. ഈ സാധനം കൊണ്ടുപോയിട്ട് അവര് ഇവര് വാറ്റുന്നത്. വാറ്റിയിട്ടാണ് അവര് അതിന്റെ പുൽത്തൈലം എടുക്കുന്നത്. ആ കട്ട കേട്ടോ. ഓരോന്ന് ഓരോ 1.5 ഇഞ്ച് നീളമുണ്ട്, 1.5 ഇഞ്ച് 2 ഇഞ്ച് നീളമുണ്ട്. അങ്ങനെ എടുക്കണം. ആദ്യം മൊത്തം പറിച്ചതാ. നമ്മൾ പറിക്കുന്നതൊക്കെ പകുതി വരണുള്ളൂ, മുഴുവനായിട്ട് വരുന്നില്ലേ. നമ്മൾ വിചാരിച്ച പോലെ കേട്ടോ നല്ല അട്ട ശല്യമുണ്ട് ഇവിടെ. ഓരോന്നോരോ പേരല്ലേ എൻ്റെ നീള കട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീളം വയ്ക്കും ഇവര് ചോര പിടിച്ചിട്ട്. നിലവിൽ 2 കിട്ടി നമുക്ക്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ പണിയെടുക്കാൻ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ കയ്യും കാലിൽ നിന്നൊക്കെ ചോര ഉണ്ട്. ഈ അട്ട കടിച്ചിട്ടാന്ന് പറഞ്ഞ. പിന്നെ തവള. ഇത് ഇവരെ ശ്മശാനാട്ടോ നേരത്തെ പറഞ്ഞത്, ചുടുകാട്. അതായത് ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഊര് കണ്ടില്ലേ നമ്മൾ വണ്ടി നോക്കിയത്, ഇവിടെ വന്ന് അടക്കം ചെയ്യാന്ന്. ഇതൊക്കെ ഇവരെടുത്ത് പോയിട്ടുള്ളട്ടോ. അതിപ്പോൾ കണ്ടാ ഇതിന് തന്നെ നല്ല മണമുണ്ട് ഈ സാധനത്തിന്. ഇതിന്ന് എടുത്തിട്ട് അവർ ആ തണ്ട് മാത്രമായിട്ട് കൊടുത്തു വിടുന്നു. അത് മേടിക്കാൻ ആൾക്കാർ വരും. അത് മേടിച്ച് പോയിട്ട് പിന്നെ അത് അങ്ങനെ വാറ്റിട്ടാന്ന് പറഞ്ഞാൽ ഇത് പ്രോസസ്സ് എന്നിട്ട് നമുക്കറിയില്ല. വാറ്റാന്ന് പറഞ്ഞാൽ വരും. ഞാൻ പുൽത്തൈലത്തിൻ്റെ വാറ്റോ. ഇതാണ് അവിടുത്തെ ഊര്. മുകളിൽ പണിയെടുക്കണേന്നില്ലേ, അവരിവിടെയാണ് താമസിക്കുന്നത്. ഇത് കാണുന്നിടത്ത്